ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയാണ്, കർത്താവ് നമുക്കൊരു മാതൃക നൽകി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ മാതൃക നൽകി. എൻ്റെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാം ഇതെന്താണെന്ന്. ഞാനിത് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ക്ഷമിക്കാനും എളിമപ്പെടാനും അപരൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ, പറയുന്ന അനുസരിക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ, മക്കൾ, അവർ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ, ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹബന്ധത്തിൽ കഴിയാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ എളിമപ്പെടണം. ഒരാൾ ഒന്ന് താന്നു നിൽക്കണം. അപ്പോൾ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിന് കർത്താവ് കാണിച്ചൊരു മാതൃകയാണ് അപരൻ്റെ പാദങ്ങൾ കഴുകുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ ലിഖിതം. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുവോ? അറിയുമെങ്കിൽ എളിമയും വിനയവും വിധേയത്വവും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.